നമസ്കാരം. മാസങ്ങളോളം നീണ്ടുനിന്ന പ്രചാരണം, ഇടയ്ക്കിടെ പൊട്ടിപ്പുറപ്പെട്ട വിവാദങ്ങൾ എല്ലാം ഒരുപാട് ചർച്ചകൾക്കൊക്കെ വഴിതെളിച്ചിരുന്നു. പക്ഷേ ഏറെ ആവേശത്തോടെ പ്രഖ്യാപിച്ച ആഗോള അയ്യപ്പ സംഗമം പ്രതീക്ഷിച്ചതുപോലെ ജനപങ്കാളിത്തം നേടിയിരുന്നില്ല. പ്രധാന വേദിയിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം നടത്തുമ്പോഴും മുന്നിലെ നിരകൾ പോലും പകുതിയിലധികം കസേരകൾ ശൂന്യമായിരുന്നു. എന്നാൽ ഈ സംഗമ സദസ്സിലെ ഒഴിഞ്ഞ കസേരകളെ കുറിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വിചിത്ര വിശദീകരണം പുറത്തു വന്നിരിക്കുകയാണ്. ആഗോള അയ്യപ്പ സംഗമം ലോക പ്രശസ്ത വിജയമെന്നാണ് അദ്ദേഹം സ്വയം ന്യായീകരിച്ചു മെഴുകിയത്. 4000-ലധികം പേർ സംഗമത്തിൽ പങ്കെടുത്തുവെന്നും അദ്ദേഹം പറഞ്ഞു. വേണമെങ്കിൽ AI ദൃശ്യങ്ങളും ഉണ്ടാക്കിക്കൂടെ എന്നായിരുന്നു സംഗമ സദസ്സിലെ ഒഴിഞ്ഞ കസേരകളെ കുറിച്ച് MV ഗോവിന്ദൻ നൽകിയ വിചിത്ര വിശദീകരണം. എല്ലാ സെക്ഷനിലും ആൾ വേണമെന്നാണോ എന്നും ഗോവിന്ദൻ ചോദിക്കുന്നു. സംഗമം പരാജയമെന്നത് മാധ്യമ പ്രചാരണമെന്നും നാണവും മാനവും ഇല്ലാതെ കള്ളം പ്രചരിപ്പിക്കുന്നുവെന്നും MV ഗോവിന്ദൻ രൂക്ഷ ഭാഷയിൽ വിമർശിച്ചു. CPIM നേതാവ് അഡ്വക്കേറ്റ് KS അരുൺകുമാറും ഇത്തരത്തിൽ പ്രതികരിച്ച് രംഗത്ത് വന്നിരുന്നു. പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത അത്രയും പ്രതിനിധികൾ പങ്കെടുത്തില്ലെന്ന തരത്തിൽ ഒഴിഞ്ഞ കസേരകളുടെ ചിത്രം പ്രചരിപ്പിച്ചതിനെതിരെ കണക്ക് സഹിതം മറുപടിയുമായിട്ടാണ് അദ്ദേഹത്തിന്റെ വരവ്. ഭക്ഷണവേളയിലും വിശ്രമ സമയത്തും പ്രധാന ഹാളിന്റെ പുറകിൽ നിന്നുള്ള ചിത്രങ്ങളെടുത്ത് അതേ എഡിറ്റ് ചെയ്ത് മനഃപൂർവ്വം സൃഷ്ടിച്ചെടുത്ത് പ്രചരിപ്പിക്കുന്നതാണിതെന്ന് അരുൺകുമാർ ഫേസ്ബുക്കിൽ ചിത്രങ്ങൾ സഹിതം കുറിച്ചു. ഇത്തരത്തിൽ എഡിറ്റ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് സാമർഥ്യമാണെന്നും സത്യവും സാമർഥ്യവും തമ്മിലുള്ള വ്യത്യാസം കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നുവെന്നും അരുൺകുമാർ കുറിപ്പിൽ വ്യക്തമാക്കുന്നു. ആഗോള അയ്യപ്പ സംഗമം സംഘാടകർ ഉദ്ദേശിച്ചാലും വലിയ വിജയമായിരുന്നു. ആകെ 3000 പ്രതിനിധികളെയാണ് പ്രതീക്ഷിച്ചതെങ്കിലും 4126 പ്രതിനിധികൾ പങ്കെടുത്തുവെന്നും അരുൺകുമാർ പറയുന്നുണ്ട്. ശബരിമലയിലെ മാസ്റ്റർ പ്ലാൻ, ആത്മീയ ടൂറിസം സർക്യൂട്ട്, ശബരിമലയിലെ ആൾക്കൂട്ട നിയന്ത്രണവും തയ്യാറെടുപ്പുകളും എന്ന വിഷയങ്ങളിൽ സംഗമം നടത്തി ഭാവി വികസന പ്രക്രിയകൾക്ക് കൃത്യമായ രൂപരേഖ തയ്യാറാക്കുന്നതിന് എന്തിനാണ് ഇവർ ഭയപ്പെടുന്നത്? ഇത്ര വലിയ നുണപ്രചാരണമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഇവരുടെ ലക്ഷ്യം എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ശബരിമലയുടെ വികസന പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ നടക്കുന്നതിനെ എന്തിനാണ് സംഘപരിവാറും കോൺഗ്രസും ഭയപ്പെടുന്നതെന്നും അരുൺകുമാർ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. അദ്ദേഹത്തിന്റെ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്. ആദ്യത്തെ 5 ചിത്രങ്ങൾ സത്യവും, 6ാമത്തെ ചിത്രം സാമർഥ്യവുമാണ്. ആഗോള അയ്യപ്പ സംഗമം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമ്പോൾ നിറഞ്ഞ സദസ്സും അതിനുശേഷം വിവിധ സെമിനാറുകൾക്കായി വിവിധ വേദികളിലേക്ക് പ്രതിനിധികൾ മാറിയിരുന്നതും എല്ലാം നമ്മൾ കണ്ടതാണ്. അതാണ് സത്യം. ഭക്ഷണവേളയിലും വിശ്രമ സമയത്തും പ്രധാന ഹാളിന്റെ പുറകിൽ നിന്നുള്ള ചിത്രങ്ങൾ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് മനഃപൂർവ്വം സൃഷ്ടിച്ചെടുത്ത് പ്രചരിപ്പിക്കുന്നതാണ് 6ാമത്തെ ചിത്രം. അതാണ് സാമർഥ്യം. ഈ സത്യവും സാമർഥ്യവും തമ്മിലുള്ള വ്യത്യാസം കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. ആഗോള അയ്യപ്പ സംഗമം മുഖ്യമന്ത്രി പിണറായി ഉദ്ഘാടനം ചെയ്തു. ആഗോള അയ്യപ്പ സംഗമം സംഘാടകർ ഉദ്ദേശിച്ചതിലും വലിയ വിജയമായിരുന്നു. ആകെ 3000 പ്രതിനിധികളെയാണ് പ്രതീക്ഷിച്ചതെങ്കിലും 4126 പ്രതിനിധികൾ പങ്കെടുത്തു. 15ഓളം വിദേശ രാജ്യങ്ങളിൽ നിന്നായി 182 പ്രതിനിധികൾ പങ്കെടുത്u. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 2125 പ്രതിനിധികൾ പങ്കെടുത്തു. കേരളത്തിലെ വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് 1819 പേർ പങ്കെടുത്തു. SNDP, NSS, KPMS ഉൾപ്പെടെ 26 ഹൈന്ദവ സംഘടനാ പ്രതിനിധികൾ സംഗമത്തിൽ പങ്കെടുത്തു. ചില മാധ്യമങ്ങൾ ഒഴിഞ്ഞ കസേരകൾ പ്രചരിപ്പിച്ചത് പ്രതിനിധികൾ പാനൽ ഡിസ്കഷനും ഉച്ചഭക്ഷണത്തിനു വേണ്ടി പിരിയുന്ന സമയത്തെ ഹാളിലെ ദൃശ്യങ്ങളാണ്. ഹാളിനുള്ളിൽ 5000 കസേരകളാണ് ക്രമീകരിച്ചിരുന്നത്. ചില മാധ്യമങ്ങൾ 623 പേര് മാത്രമാണ് രജിസ്റ്റർ ചെയ്തതെന്ന് പ്രചരിപ്പിക്കുന്നു. മൊത്തം 40 രജിസ്ട്രേഷൻ കൗണ്ടറുകളായിരുന്നു. അതിൽ ഒരു കൗണ്ടറിലെ രജിസ്ട്രേഷൻ വിവരങ്ങളാണ് 623. അതാണ് മാധ്യമങ്ങൾ ആകെ പങ്കെടുത്തവരായി പ്രചരിപ്പിക്കുന്നത്. ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ, ആത്മീയ ടൂറിസം സർക്യൂട്ട്, ശബരിമലയിലെ ആൾക്കൂട്ട നിയന്ത്രണവും തയ്യാറെടുപ്പുകളും എന്ന വിഷയങ്ങളിൽ സംഗമം നടത്തി ഭാവി വികസന പ്രക്രിയകൾക്ക് കൃത്യമായ രൂപരേഖ തയ്യാറാക്കുന്നതിനെ എന്തിനാണ് ഇവർ ഭയപ്പെടുന്നത്? എത്ര വലിയ നുണപ്രചാരണമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്? എന്താണ് ഇവരുടെ ലക്ഷ്യം? ശബരിമലയുടെ വികസന പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ നടക്കുന്നതിന് എന്തിനാണ് സംഘപരിവാറും കോൺഗ്രസും ഭയപ്പെടുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റ്. 3000 പേർക്കുള്ള ഇരിപ്പിട സൗകര്യമായിരുന്നു ഒരുക്കിയിരുന്നത്. ഉദ്ഘാടന സെക്ഷൻ കഴിഞ്ഞതോടെയാണ് ഈ മാസ്റ്റർ പ്ലാൻ സംബന്ധിച്ച് പ്രധാന വേദിയിൽ നടന്ന ചർച്ചയിൽ 50-ൽ താഴെ പേർ മാത്രം പങ്കെടുത്തത്. മാസങ്ങളായി വലിയ തോതിൽ പ്രചാരണം നടത്തിയിട്ടും പ്രതീക്ഷിച്ചെത്ത ആൾക്കാർ എത്തിയില്ലെന്നത് തിരിച്ചടിയായി. പ്രസംഗിക്കാനുള്ള അവസരം വൈകിയതിനെ തുടർന്ന് തമിഴ്നാട് IT മന്ത്രി ഡോക്ടർ പളനിവേൽ ത്യാഗരാജൻ ഉദ്ഘാടന വേദി വിടാൻ ഒരുങ്ങി. സംഗമം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി വേദി വിട്ട ശേഷം ദേവസ്വം മന്ത്രി VN വാസവനാണ് പ്രസംഗിച്ചത്.
തുടർന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും തമിഴ്നാട് ദേവസ്വം മന്ത്രി ശ്രീധർ ബാബു പ്രസംഗിച്ചു. അടുത്ത് തന്റെ ഊഴമെന്ന് പ്രതീക്ഷിച്ച പളനിവേൽ ത്യാഗരാജനെ നിരാശനാക്കി NSS വൈസ് പ്രസിഡന്റ് സംഗീത് കുമാറിന്റെ പേരാണ് പ്രസംഗത്തിനായി വിളിച്ചത്. ഇതോടെ അക്ഷമ പ്രകടിപ്പിച്ച പളനിവേൽ ത്യാഗരാജൻ വൈകാതെ വേദി വിട്ടിറങ്ങുവാൻ തുടങ്ങി. പുറത്തേക്കുള്ള വാതിലിന്റെ സമീപം വരെ അദ്ദേഹം എത്തിയപ്പോഴാണ് സംഗതി പന്തിയല്ലെന്ന് വ്യക്തമായി ദേവസ്വം മെമ്പർ അജികുമാർ ഓടിയെത്തി അദ്ദേഹത്തെ അനുനയിപ്പിക്കുവാൻ ശ്രമിച്ചത്. മന്ത്രിയെ വേദിയിലേക്ക് തിരിച്ചെത്തിക്കുകയായിരുന്നു. എന്നിട്ടും തന്റെ അതൃപ്തി പ്രകടിപ്പിച്ച പളനിവേൽ ത്യാഗരാജനെ തമിഴ്നാട് ദേവസ്വം മന്ത്രി ശ്രീധർ റാവു അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. ആഗോള അയ്യപ്പ സംഗമത്തിൽ വിദേശത്തു നിന്നും 250-ൽ പരം വിദേശ പ്രതിനിധികൾ പങ്കെടുക്കുമെന്നാണ് ദേവസ്വം മന്ത്രി VN വാസവൻ നേരത്തെ പറഞ്ഞിരുന്നതെങ്കിലും കേരളത്തിന് പുറത്തുനിന്നും എത്തിയത് തമിഴ്നാട്ടിൽ നിന്നുള്ള 2 മന്ത്രിമാർ മാത്രമാണ്. അതിൽ IT മന്ത്രിയായ പളനിവേൽ ത്യാഗരാജൻ ആഗോള സംഗമ വേദിയിൽ തന്നെ പ്രസംഗിക്കാൻ വിളിക്കാൻ വൈകിയതിനെ തുടർന്ന് അതൃപ്തി വ്യക്തമാക്കുകയും ചെയ്തു. സംഗമത്തിൽ ഭക്തരെക്കാൾ കൂടുതൽ ഉണ്ടായിരുന്നത് സർക്കാർ ജീവനക്കാരായിരുന്നു. സംസ്ഥാനത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് സർക്കാർ വകുപ്പുകളിൽ നിന്നായി 100 കണക്കിന് ജീവനക്കാരാണ് എത്തിയത്. വനം, ആരോഗ്യം, ജലവിഭവം, വൈദ്യുതി തുടങ്ങിയ വിവിധ വകുപ്പുകളിൽ നിന്നായി നിരവധി പേരാണ് എത്തിയത്. കൂടാതെ ദേവസ്വം വകുപ്പിന്റെ എല്ലാ ഓഫീസുകളിൽ നിന്നും വനിതാ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ എത്തിയിരുന്നു. വോളണ്ടിയർമാരായി നിരവധി പേർ ഉണ്ടായിരുന്നു. വേദിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സാമുദായിക പ്രതിനിധികളുമല്ലാതെ ആധ്യാത്മിക ആചാര്യന്മാർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. സംഗമം തുടങ്ങുന്നതിന് മുൻപുള്ള ഭദ്രദീപ പ്രകാശനത്തിൽ ശബരിമല മുൻ തന്ത്രി കണ്ഠരർ മോഹനർ പങ്കെടുത്തത് സർക്കാരിന് തിരിച്ചടിയായി. നിലവിലെ ശബരിമല തന്ത്രി കണ്ഠരർ മഹേഷ് മോഹനർക്കൊപ്പമാണ് പിതാവ് മോഹനർ വേദിയിൽ വിളക്ക് കൊളുത്തുന്ന ചടങ്ങിന് എത്തിയത്. ശബരിമല ദേവപ്രശ്നം ശോഭ ജോൺ പ്രതിയായ കേസ് എന്നിവയിലൂടെ വിവാദ നായകനായ മോഹനരെ പിണറായി വിജയനും ഇടതു സർക്കാരിലെ മറ്റു മന്ത്രിമാരും പല വേദികളിലും അവഹേളിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. വിവാദ നായകനായ മോഹനരെ ശബരിമലയിൽ ഒരു പരിപാടിക്കും പങ്കെടുപ്പിച്ചില്ല. കുറ്റം പറഞ്ഞവർ തന്നെ മോഹനരെ ഈ പരിപാടിയിൽ കൊണ്ടുവന്നതിനെതിരെ സാമൂഹിക മാധ്യമങ്ങളിലടക്കം ട്രോളുകളും നിറഞ്ഞിരുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ബദലായി ഹൈന്ദവ സംഘടനകൾ നടത്തുന്ന ശബരിമല സംരക്ഷണ സംഗമം പന്തളത്ത് നടക്കും. ശബരിമല വിശ്വാസം വികസനം എന്ന വിഷയത്തിൽ രാവിലെ സെമിനാറും ഉച്ചയ്ക്ക് ശേഷം ഭക്തജന സംഗമവും നടക്കും. മുൻ BJP തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ശബരിമല കർമ്മസമിതിയാണ് പരിപാടിക്ക് പ്രധാനമായും നേതൃത്വം വഹിക്കുന്നത്. സംസ്ഥാന സർക്കാർ പമ്പയിൽ നടത്തിയ ആഗോള അയ്യപ്പ സംഗമം പൊളിഞ്ഞുവെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണം. എന്നാൽ പരിപാടി വൻ വിജയമാണെന്നും പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആളുകൾ പങ്കെടുത്തുവെന്നും ദേവസ്വം മന്ത്രി വിശദീകരിച്ചിരുന്നു.